നമസ്കാരം പ്രിയമുള്ളവരെ. ക്രൈസ്തവ മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകനായി ചമയുകയും ആ സമുദായങ്ങൾക്ക് ഇങ്ങനെ പോകണം അങ്ങനെ പോകണം, സംഘപരിവാരങ്ങൾക്കെതിരെ ഇങ്ങനെ സംഘടിച്ച് വോട്ട് രേഖപ്പെടുത്തണം എന്നൊക്കെ ഉപദേശം നൽകുകയും ചെയ്തിരുന്ന ബിനോജ് നായർ എന്ന് പറയുന്ന യൂട്യൂബിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ചു ദിവസങ്ങളായി ഇടുന്ന വീഡിയോകളൊക്കെയും സംഘപരിവാര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതും ക്രൈസ്തവ മുസ്ലിം സമൂഹത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ളതുമാണ്. മിക്കപ്പോഴും ക്രൈസ്തവ സമൂഹത്തിനെതിരെ അദ്ദേഹം പർപ്പസ്ഫുള്ളി തന്നെ വീഡിയോകൾ ഇടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിന് കാരണം എന്ത് എന്നറിയാതെ ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ്. കാരണം ഒരു പരിമിതി വരെ സംഘപരിവാര വിരുദ്ധ മനോഭാവമുള്ള ആളുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അവരൊക്കെയും ആകെ അന്തം വിട്ടിരിക്കുകയാണ്. സമാനമായ വീഡിയോ ചെയ്യുന്ന ആളുകളുടെയൊക്കെയും കമൻറ്റ് ബോക്സുകളിൽ ചെന്ന് എന്താണ് ഇങ്ങനെ ബിനോജ് നായർ സംഘപരിവാരത്തിനോടൊപ്പം ചേർന്ന് ഇപ്പോൾ സംഘപരിവാര പ്രകീർത്തനങ്ങളുമായി യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന കാരണം അന്വേഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പഴയ ആരാധകർ. ഇപ്പോൾ അദ്ദേഹത്തെ തെറി വിളിക്കുന്നുമുണ്ട്. എന്തായാലും മറ്റൊരു സ്വാമിയുടെ പേര് കൂടി ഇതോടനുബന്ധിച്ച് വരുന്നുണ്ട്. രമേശൻ സ്വാമി എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹവും ഇങ്ങനെ ഖുർആനെയും അതുപോലെയുള്ള പുണ്യഗ്രന്ഥങ്ങളെയും ഒക്കെ പ്രകീർത്തിച്ച് വീഡിയോ ഇടുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെയും ഇപ്പോൾ ചാനൽ വീഡിയോകളിൽ മാറ്റങ്ങൾ കാണുന്നു, സംഘപരിവാര അനുകൂല വീഡിയോകൾ ഇടുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഈ രമേശൻ സ്വാമിയുടെ 1-2 വീഡിയോകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബിനോജ് നായരുടെ ചില വീഡിയോകളൊക്കെയും നേരത്തെ ഞാൻ യൂട്യൂബ് ചാനൽ സജീവമായിരുന്നപ്പോൾ, ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കാറില്ല. മറ്റു ചില പ്രശ്നങ്ങളിൽ എൻ്റെ ചില മറ്റു പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. നേരത്തെ ബിനോജ് നായരുടെ വീഡിയോകൾ കാണുമായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായ സംഘപരിവാര സംഘടനകളെയൊക്കെയും വിമർശിക്കുന്ന, കാര്യകാരണങ്ങൾ എടുത്ത് സംഗതികൾ പഠിച്ച് വിശകലനം ചെയ്ത് വിമർശിക്കുന്ന ഒരാളായിരുന്നു. മറ്റുള്ളവരെക്കാൾ പോലെയല്ല, കുറച്ചധികം വായനാശീലമൊക്കെ ഉള്ള ആളായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടന്റുകൾ കാണുമ്പോൾ വ്യക്തമാകുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സംഘപരിവാര പ്രകീർത്തനങ്ങളുമായി ചാനലിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ ഒരു വീക്ഷണത്തിൽ ബിനോജ് നായർ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഉന്നതി, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാം, അതിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക നേട്ടം നേടാം എന്ന രീതിയിൽ ഗവേഷണം നടത്തുന്ന ഒരാളായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായ ഒരു സംഗതിയുണ്ട്. സംഘപരിവാരത്തിനോടൊപ്പം ചേർന്ന് വിദ്വേഷ പ്രചരണം നടത്തിയാലാണ് കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് ലേക്ക് എത്തുക, തൻ്റെ യൂട്യൂബ് വരുമാനം വർദ്ധിക്കുക എന്ന ഒരു യാഥാർത്ഥ്യം ബിനോജ് നായർ മനസ്സിലാക്കിയിട്ടിരുന്ന അദ്ദേഹത്തിന് ഒരു പക്ഷേ ആരിഫ് ഹുസൈനും ജാമിദിയും ഒക്കെ നൽകിയൊരു പാഠമായിരിക്കാം. അതിൽ നിന്ന് അദ്ദേഹം പാഠം ഉൾക്കൊണ്ടു തൻ്റെ സ്ട്രാറ്റജി മാറ്റി യൂട്യൂബിൽ നിന്ന് കൂടുതൽ വരുമാനം ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം സംഘപരിവാര അനുകൂലമായ നിലപാടുകളിലേക്ക് മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിനു പിന്നിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളുടെ ഒന്നും ഭീഷണി ഉണ്ട് എന്ന് തോന്നുന്നില്ല. തൻ്റെ നിലപാടുകളിൽ നിന്ന് മാറിയാലാണ് തനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ കിട്ടുക എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നു. സമൂഹത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ സന്ദേശം വിതറുക എന്നതിനേക്കാൾ എളുപ്പം ഇപ്പോൾ സമൂഹത്തിൽ വെറുപ്പ് സമ്പാദിച്ച് പണം നേടുക എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ അലി അക്ബർ ആയാലും ആരിഫ് ഹുസൈൻ ആയാലും അതുപോലെയുള്ള യൂട്യൂബറിസ്റ്റുകളൊക്കെ ആയാലും അവർക്ക് കൂടുതൽ യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത് വെറുപ്പ് വിതറുമ്പോഴാണ്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം ബിനോജ് നായർ ഉൾക്കൊണ്ടു എന്നതാണ് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തെ സംഘപരിവാര സംഘടനകൾ, അന്വേഷണ ഏജൻസികളല്ല, സംഘപരിവാര സംഘടനകൾ എന്തെങ്കിലുമൊക്കെ പണം നൽകി സ്വാധീനിച്ചിട്ടുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുകളിലേക്ക് ഞാനൊന്ന് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു വ്യൂസും ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾക്ക് 3.2 അങ്ങനെയുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വ്യൂസ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ വരുമാനം കിട്ടുന്ന വേറെ ഏതെങ്കിലും സോഴ്സുകൾ അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ നിൽക്കുന്നുണ്ടാകാം എന്നു തന്നെയാണ് യാഥാർത്ഥ്യം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ മറുനാടൻ്റെയും ഒക്കെ ഒരു നിലപാടുകൾ മാറുന്നുണ്ട്. അദ്ദേഹം നേരത്തെ സംഘപരിവാരത്തെ അനുകൂലിച്ചിരുന്ന ഒരാളായിരുന്നെങ്കിൽ പോലും സംസ്ഥാനത്ത് അദ്ദേഹം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അദ്ദേഹം കോൺഗ്രസിനെയും കേന്ദ്രത്തിൽ അദ്ദേഹം BJPയുമാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട്, കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് അത് സംഘപരിവാര വിരുദ്ധമാണ്. രാഹുൽ ഗാന്ധിയെ കേന്ദ്രത്തിൽ തെരുവിളിക്കുകയും കേരളത്തിൽ സതീശനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ ചേർത്ത് നിർത്തുമ്പോൾ ശ്രദ്ധിക്കുക.
കോൺഗ്രസിൻ്റെ പരമോന്നത നേതൃത്വം എന്ന് പറയുന്നത് നെഹ്റു കുടുംബമാണ്. അത് രാഹുൽ ഗാന്ധിയിൽ വന്നു നിൽക്കുന്നതാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ നിരന്തരം പപ്പു എന്നും മണ്ടനും എന്നൊക്കെ വിളിച്ച് അവഹേളിക്കുന്ന ആൾ സതീശനെയും രമേശ് ചെന്നിത്തലയും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ അതിൽ ഒരു ലാഭേച്ഛയുടെ കണ്ണുകൂടി ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നു തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഇനി മതന്യൂനപക്ഷങ്ങളോട് നിങ്ങളെ ആരെങ്കിലുമൊക്കെ രക്ഷിച്ചു കളയും എന്ന് വെറുതെ വിചാരിക്കുമെങ്കിൽ അത് വെതാവിലാണ്. കാരണം ഇവർക്കൊക്കെയും അവരുടേതായ ലക്ഷ്യങ്ങളുണ്ട്. പണമാണ് ഏറ്റവും പ്രധാനമായ ലക്ഷ്യം. ആ കണ്ടൻറ്റുകൾ എവിടെ നിന്ന് ലഭിക്കുന്നുവോ അതിനനുസരിച്ച് അവർ ചാഞ്ചാടിക്കൊണ്ടിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഏതെങ്കിലും തീവ്ര മനോഭാവം വെച്ചു പുലർത്തുന്ന സംഘടനകളും നിങ്ങളുടെ ലക്ഷ്യക്കെത്തും എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ അതും വധാവിലാണ് എന്ന് നിങ്ങൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാക്കി എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും അത്തരം നിലപാടുകൾ വെച്ചു പുലർത്തുന്ന പല സംഘടനകളും പലയിടത്തും സംഘപരിവാറുമായും അതുപോലെ മറ്റുള്ള സംഘടനകളുമായൊക്കെ ഒത്തുതീർപ്പിലെത്തുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും മുന്നോക്കം വരിക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നാണ് എൻ്റെ വിലയിരുത്തൽ ഇത്തരം സമുദായങ്ങളെ സംബന്ധിച്ച്. അതിനൊരു പക്ഷേ കൂടുതൽ ക്രിയാത്മകമായി അല്ലെങ്കിൽ കുറച്ചുകൂടി തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗാണ്. കാരണം അവർ മിക്കപ്പോഴും ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ചു തന്നെ അവർക്ക് വന്ദേ മാതരം ഗാനം മുഴുവനായി ആലാപിച്ചതിനോട് ഒപ്പം എഴുന്നേറ്റ് നിന്നു എന്നൊക്കെയുള്ള വിവാദങ്ങൾ ആ സമുദായത്തിൻ്റെ അകത്ത് നിന്ന് തന്നെ ചില സംഘടനകൾ ഉയർത്തിയപ്പോഴും, അതുപോലെ തന്നെ നേരത്തെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്ന ലീഗ് മന്ത്രിമാരൊക്കെ ഇപ്പോൾ ദൈവനാമത്തിൽ എന്ന രീതിയിൽ സത്യപ്രതിജ്ഞ മാറ്റുകയും ഒക്കെ ചെയ്ത് ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെയും അവർ പ്രദാനം ചെയ്യുന്ന സമുദായത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഉന്നമനത്തിനാണ് എന്ന ഒരു വിശകലനം എനിക്കുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണെങ്കിലും ആ സമുദായത്തിൽ പിറന്ന ആൾ എന്ന രീതിയിൽ. കാരണം കുറച്ചുകൂടി ക്രിയാത്മകമായി നേതൃത്വം നൽകുവാൻ പാണക്കാട് കുടുംബത്തിന് സാധിക്കുന്നുണ്ട്. ആ സമുദായത്തെ കുറച്ചുകൂടി ചേർത്തു പിടിക്കുവാൻ ഒരു വർഗീയ തീവ്രവാദ സംഘടനകളുടെയും ിലേക്കും ആ സമുദായത്തിലെ ചെറുപ്പക്കാരന്മാരെ വിട്ടുകൊടുക്കാതെ ഭാരതത്തിൻ്റെ ഒരു പൈതൃകത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ തങ്ങളുടെ വിശ്വാസങ്ങളിലേക്ക് ഒക്കെ ഊന്നി നിന്ന് പ്രവർത്തിക്കുവാൻ ആ സംഘടന, ആ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ പ്രചോദിപ്പിക്കുന്നു എന്നു തന്നെയാണ് എൻ്റെ വീക്ഷണം. അതിനപ്പുറം ഏതെങ്കിലും യൂട്യൂബർമാരിലോ ഏതെങ്കിലും തീവ്ര മനോഭാവം വെച്ചു പുലർത്തുന്ന സംഘടനകളിലോ നിങ്ങളുടെ രക്ഷകൻ ഉണ്ട് എന്ന് വിചാരിച്ചാൽ അത് വെതാവിലാണ് എന്നു തന്നെയാണ് ഈ നീണ്ട കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എൻ്റെ ഒരു വിലയിരുത്തൽ. പ്രത്യേകിച്ചും ആ സമുദായത്തിൽ എപ്പോഴൊക്കെയോ ഇങ്ങനെ തീവ്രമായി പറയുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് മുന്നോട്ട് വരുന്നതിന് തടസ്സമായിട്ടുണ്ട്. കാരണം അവരെ സംശയത്തോടു കൂടി രാജ്യവും മറ്റുള്ളവരും വീക്ഷിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പൊതു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ സമന്വയത്തിൻ്റെ രാഷ്ട്രീയമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സംഘടനകൾ അവരുടെ വിശ്വാസത്തിലൂന്നി അവരുടെ സംഘടനകൾ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നോട്ടം വരിക എന്ന ലക്ഷ്യത്തോടു കൂടി അവരുടെ സാമുദായിക സംഘടനകൾ ഒന്നും പ്രവർത്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ മറ്റുള്ളവരുടെ ഭയത്തോടുകൂടി, മറ്റുള്ള സമൂഹങ്ങളെ ഭയത്തോടുകൂടി വീക്ഷിക്കുകയും അവരെക്കുറിച്ച് തങ്ങളുടെ സമുദായത്തിൽ ഭയം കലർന്ന സന്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് സമൂഹത്തിന് ഒട്ടും ഉചിതമല്ല. എന്നോ ഒക്കെ ആരൊക്കെയോ ആക്രമിക്കും എന്നൊരു ഭീതിയിൽ നിൽക്കുന്നതും ശരിയല്ല. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് രാഷ്ട്രീയവും സാമൂഹികവുമായും സാമ്പത്തികവുമായും 3 സമുദായങ്ങൾ, ക്രൈസ്തവ, മുസ്ലിം, ഹിന്ദു സമുദായങ്ങൾ സംഘടിച്ച് അവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിലൊന്നും ഒരു തെറ്റുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. സാമൂഹ്യമായി മുന്നോക്കമായി വരേണ്ടത് എല്ലാ സമുദായത്തിൻ്റെയും ആവശ്യമാണ്. അന്യമത പരമത വിദ്വേഷത്തിനപ്പുറം ആ മതങ്ങളൊക്കെയും അവരുടെ സാമൂഹിക തലങ്ങൾ ഊന്നിന്നുള്ള വികസനം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.